കേരളത്തിലെ ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടായെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ്. പൊന്നാനിയിലെ നിള സംഗ്രഹാലയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയം കൂടിയായ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം മ്യൂസിയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. ടൂറിസം രംഗത്ത് കേരളത്തിലുണ്ടായത് വൻ മുന്നേറ്റമാണെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി കണ്ടെത്തിയതോടെ 2025-ൽ 2 കോടിയിലധികം സഞ്ചാരികളാണ് കേരളത്തിലെത്തിയത്. വിദേശ സഞ്ചാരികളുടെ വരവിൽ 11.33% വർധനവാണ് ഇക്കാലയളവിലുണ്ടായത്. കോവിഡ് കാലത്ത് വെന്റിലേറ്ററായിരുന്ന ടൂറിസം മേഖലയാണ് ചുരുങ്ങിയ കാലയളവിൽ ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. അതിനാൽ തന്നെ ലോകത്തിലെ കണ്ടിരിക്കേണ്ട സുപ്രധാന ഇടമായി കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ തെരഞ്ഞെടുത്തത് വലിയ അംഗീകാരമാണ്. കേരള ചരിത്രം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഭാരതപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന നിള സംഗ്രഹാലയം. ചമ്രോട്ടം പ്രൊജക്ട് ഓഫീസിന്റെ ഭാഗമായുള്ള ഇറിഗേഷൻ ഭൂമിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ആവശ്യമായി വന്ന ഭൂമി ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള നിരവധി തടസ്സങ്ങൾ നിർമ്മാണഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ടാണ് മ്യൂസിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇൻഡോ ഡച്ച് വാസ്തുമാതൃകയിലാണ് ലോകോത്തര നിലവാരത്തിൽ നിർമ്മാണം നടന്നിരിക്കുന്നത്. പി ശ്രീരാമകൃഷ്ണൻ എംഎൽഎയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും 2.16 കോടിയും കേരള സർക്കാർ ടൂറിസം വകുപ്പ് 9.16 കോടിയും അനുവദിച്ച KIIDCയും ULCCയും നിർമ്മിച്ച മ്യൂസിയത്തിൽ അക്വസ്റ്റിക് ഓഡിറ്റോറിയം, ആംഫി തിയേറ്ററും ഓപ്പൺ എയർ സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്യാനവൽക്കരണവും നടന്നു. ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഒരു മ്യൂസിയത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചരിത്ര മ്യൂസിയമാവുമ്പോൾ അതിൻ്റെ പൂർണ്ണത പെട്ടെന്നുണ്ടാവുന്നതല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പുതിയ പുതിയ വിവരങ്ങൾ, പുതിയ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായങ്ങൾ സമന്വയിച്ചെടുത്തുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അതെല്ലാം ചിത്രീകരിക്കൽ, ഇതെല്ലാം ഒരു മ്യൂസിയത്തിൻ്റെ അനന്തമായി ഇങ്ങനെ നീണ്ടുകൊണ്ടു പോകുന്നതാണ്. പക്ഷേ ഒരു ഘട്ടം വരെയുള്ള ചരിത്രം ഇവിടെ സംഗ്രഹാലയത്തിൽ ചിത്രീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമം നടത്തിയത്. അതിനുവേണ്ടി സാംസ്കാരിക മേഖലയ്ക്കകത്തുള്ള MD അടക്കമുള്ള പലരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇതെങ്ങനെ ഇവിടെ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, സാധാരണ വ്യത്യസ്തമായൊരു മ്യൂസിയങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ഭാവനയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ, നമുക്കറിയാം. പക്ഷേ ആ ഒരു ഭഗീരഥ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംഗ്രഹാലയം വന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപന അനാച്ഛാദനം പി നന്ദകുമാർ MLAയും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധാ സ്വാഗതം പറഞ്ഞു. ULCC ഡിസൈനർ സ്ട്രാറ്റജി ലാബ് ക്യൂറേറ്റർ യാസിർ, പൊന്നാനി നഗരസഭാ വൈസ് ചെയർമാൻ CP സക്കീർ, പി വിപിൻ ചന്ദ്ര തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു.